ഭാവന സൂര്യ, ഞാനിപ്പോ ഹോസ്പിറ്റലിൽ നിന്നാ വിളിക്കുന്നേ. എന്തു പറ്റി? സൂര്യ, ഭാനു ഒരു അബദ്ധം കാണിച്ചു സൂര്യ. ഇനി പേടിക്കാനൊന്നുമില്ല സൂര്യ. എന്നാലും അവൾ ഇങ്ങനെ ചെയ്യും ഞാൻ വിചാരിച്ചില്ല. ഭാവന, പെട്ടെന്ന് എന്താ ഭാനുവിന് അങ്ങനെ തോന്നാൻ? അറിയില്ല സൂര്യ, അവൾക്ക് ബോധം വന്നാലേ ചോദിക്കാൻ പറ്റൂ. ഇപ്പോഴും അവള് മയക്കത്തില്ല. താൻ ഫോൺ വെക്ക്, ഞാനിപ്പോ വരാം. വേണ്ട, മെനക്കെട്ട് ഇവിടെ വരെ വരേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ തന്നെ ഞാനും അമ്മയും മായിച്ചിയും സേതുവേട്ടനും ഇവിടെയുണ്ട്. എല്ലാവരെയും കൂടി ഇവിടെ നിൽക്കാനും അവർ അനുവദിക്കില്ല സൂര്യ. സേതുവേട്ടനെ അമ്മയെല്ലാം വീട്ടിലേക്ക് പറഞ്ഞയക്കണം. ഇവിടെ ഞാൻ മാത്രം മതിയാവും. അങ്ങനെയാണെങ്കിൽ ഞാനും കൂടി വരാം. താൻ ഒറ്റയ്ക്ക് നിൽക്കണ്ട. വേണ്ട, എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ സൂര്യ വിളിച്ചോളാം. ഞാൻ സൂര്യ വിളിച്ച് പറഞ്ഞേ ഉള്ളൂ. എന്നാ ശരി, എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാം. ശരി. എന്താടാ, എന്തു പറ്റി? ഭാനു ഒരു അബദ്ധം കാണിച്ച സർ. വെയിൻ കട്ട് ചെയ്ത് സൂയിസൈഡിന് ശ്രമിച്ചു. അതിനും വേണ്ടി എന്താ അവിടെ സംഭവിച്ചേ? അതിന് കാരണമുണ്ട് സർ. അച്ഛനത് അറിഞ്ഞിരിക്കുന്നത് നല്ലത്. എന്താ നീ കാര്യം പറയേ? എന്തൊക്കെയാണ് കേൾക്കുന്നേ? അവനിപ്പോ പക്ക ഫ്രോഡാണല്ലേ? അതെ അച്ഛാ, അതുകൊണ്ട് ബുദ്ധിപൂർവ്വം വേണം ഈ കേസ് കൈകാര്യം ചെയ്യാൻ. അവസാനം എല്ലാം ഭാവനയുടെ തലയിലാണുള്ള. അവൾക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ അച്ഛാ. എന്തായാലും ഈ ഒരു ഇപ്പം അമ്മയോട് പറയാൻ നിൽക്കണ്ട. പറഞ്ഞാൽ പിന്നെ അത് മതി അവൾക്ക് കളിയാക്കാനും പറഞ്ഞു നടക്കാനായിട്ട്. ഇല്ല അച്ഛാ, ഞാനായിട്ടൊന്നും പറയില്ല. സൂര്യ, അവനെ അങ്ങനെ വെറുതെ വിടരുത്. എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്തേ പറ്റും. അതെ അച്ഛാ, എന്തായാലും ഭാനു വീട്ടിലേക്ക് വരട്ടെ, എന്നിട്ട് എന്താ വേണ്ടെന്ന് ആലോചിക്കാം. എന്തായാലും കൊള്ളാം, നിങ്ങളുടെ നല്ല സമയമാണ്. അല്ലാതെ ഞാൻ എന്താ പറയാ.